എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതപ്പുഴ നമ്മുടെ എല്ലാം അഭിമാനമായ കേരളത്തിലെ നദികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നദിയാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയുടെ ഉത്സവം മാഘമക മഹോത്സവം, നമ്മൾ മാമാങ്കം എന്ന് കേട്ടിട്ടുണ്ട്. ആ മാമാങ്കം എന്നും മാഘമക മഹോത്സവം എന്നും മഹാമക മഹോത്സവം എന്നും ഒക്കെ പറയുന്ന ഭാരതപ്പുഴയുടെ ഉത്സവം ത്രിമൂർത്തി സ്നാനഘട്ടിൽ അതിപുരാതന കാലം മുതൽ നടന്നു വന്നിരുന്ന ഒരു ഉത്സവമാണ്. അത് കേരളത്തിലെ ഏക നദീ ഉത്സവമാണ്. ദക്ഷിണ ഭാരതത്തിലെ ചിരപുരാതന ഉത്സവമാണ്. ഇത് AD 1766 കേരളത്തിന് നഷ്ടപ്പെട്ട ഒരു ഉത്സവമാണ്. ഈ ഉത്സവം നമ്മൾ 2016 പുനരാരംഭിച്ചു. 2016 ഓരോ വർഷവും നമ്മൾ ഭാരതപ്പുഴയുടെ ഇരു കരകളിലും ത്രിമൂർത്തി സ്നാനഘട്ട് മലപ്പുറം ജില്ലയിൽ വടക്ക് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രവും ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രമുള്ള തവനൂർ പ്രദേശവും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ത്രിമൂർത്തി സ്നാനഘട്ടിലാണ് 2016 മുതൽ നമ്മൾ ഭാരതപ്പുഴയുടെ ഉത്സവം മാഘമക മഹോത്സവം പുനരാരംഭിച്ചത്. ഈ വർഷവും 2024 ജനുവരി 23 മുതൽ 28 കൂടി തീയതികളിൽ 6 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഇത് 8ാമത്തെ വർഷമാണ്. മാഘമക മഹോത്സവം പുനരാരംഭിച്ചിട്ട് ഇത് 8ാമത്തെ വർഷമാണ്. ഓരോ വർഷവും അതിഗംഭീരമായ രീതിയിലാണ് 2016 മുതൽ തന്നെ ഈ മാഘമക മഹോത്സവം നടക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഈ വർഷവും മാഘമക മഹോത്സവം നടക്കുന്നത്. അത് എല്ലാ വർഷവും മാഘമക മഹോത്സവം, ഭാരതപ്പുഴയുടെ ഉത്സവം, കേരളത്തിന്റെ നദീ ഉത്സവം നടക്കും. ഈ ഒരു ഘട്ടത്തിൽ പിന്നിട്ട നാൾവഴിയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ മാഘമക മഹോത്സവത്തിന്റെ മാമാങ്കത്തിന്റെ ചരിത്രം പരമാവധി പോയിന്റുകളൊന്നും വിട്ടുപോകാതെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണം. അതോടൊപ്പം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നമ്മുടെ വിദ്യാർത്ഥികൾ, കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികളായ വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്ത് എത്തിക്കണം. അതോടൊപ്പം ഒരു അഭ്യർത്ഥനയുണ്ട്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണം. ഇനി നമുക്ക് മാഘമക മഹോത്സവത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തിലേക്കും കടന്നു ചെല്ലാം. ഭാരതപ്പുഴയുടെ ഉത്സവത്തിന്റെ ചരിത്രം തേടി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഐതിഹ്യത്തിലാണ് എത്തിച്ചേരുക. ഐതിഹ്യം എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ത്രേതായുഗത്തിലാണ്. സംഘകാല രചനകളും അതുപോലെ തന്നെ ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകൾ ഉൾപ്പെടെയുള്ള രേഖകളും പുസ്തകങ്ങളും അതുപോലെ തന്നെ ആയിരത്താണ്ടുകളായി തലമുറകളായി പകർന്നു നിൽക്കുന്ന വാമൊഴി ചരിത്രങ്ങളും എല്ലാം സംഭരിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാമാങ്കം എന്താണ് അഥവാ ഭാരതപ്പുഴയുടെ ഉത്സവം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു നിഗമനത്തിലും തീരുമാനത്തിലും എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മാമാങ്കത്തെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന്റെ യഥാർത്ഥ ചരിത്രം ജനങ്ങളിലേക്ക് എത്താതെ പോയത്. ഏതായാലും മാമാങ്കത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏക നദീ ഉത്സവമായ ഭാരതപ്പുഴയുടെ മാഘമക മഹോത്സവം അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരശുരാമൻ ഒരു യാഗം നടത്താൻ വേണ്ടി ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ അഭിവൃദ്ധിക്കും രക്ഷയ്ക്കും ഐശ്വര്യത്തിനുമൊക്കെയുള്ള ആ യാഗം ആനമുടിയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ആനമുടി കോയമ്പത്തൂരിനടുത്താണ്. പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ്. ഇന്ന് നമ്മൾ ഭാരതപ്പുഴ കാണുന്നു. ഈ ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശം കൂടിയാണ് ആനമുടി എന്ന് പറയുന്ന പശ്ചിമഘട്ട മലനിരകളിലെ ആനമുടി എന്ന ആനമല എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഐതിഹ്യം നടക്കുന്ന കാലത്ത് ഭാരതപ്പുഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരശുരാമന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് യാഗം നടത്താൻ വേണ്ടി തയ്യാറായി. യജമാന പത്നി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് സരസ്വതി ദേവിയെയാണ്. അങ്ങനെ സരസ്വതി ദേവിയെ യജമാന പത്നിയാക്കി യാഗം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. യാഗം നടക്കുന്ന ദിവസം ഈ യാഗത്തിന്റെ മുഹൂർത്ത സമയത്ത് സരസ്വതി ദേവി എത്തിയില്ല. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഗായത്രി ദേവിയാണ്. യാഗം മുടങ്ങാനും പറ്റില്ല.
അങ്ങനെ ഗായത്രി ദേവിയെ യജമാന പത്നിയാക്കി ഇരുത്തി ആനമുടിയിൽ ആ യാഗം ആരംഭിച്ചു. യാഗം ആരംഭിച്ചപ്പോഴാണ് സരസ്വതി ദേവി അവിടെ ഓടിയെത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് യജമാന പത്നിയായിട്ട് ഗായത്രി ദേവി ഇരിക്കുന്നു. അപ്പൊ തന്നെ ദേവന്മാരെല്ലാവരും ഋഷീശ്വരന്മാരൊക്കെ അപമാനിച്ചു എന്ന ഒരു അപകർഷതാബോധം, ഒരു തോന്നൽ സരസ്വതി ദേവിക്കുണ്ടായി. ഇതോടെ സരസ്വതി ദേവി ക്ഷുഭിതയായി. സരസ്വതി ദേവി ഗായത്രി ദേവിയെ നോക്കിയിട്ട് പറഞ്ഞു, ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ഗായത്രി ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല. വന്ന് യജമാന പത്നിയാവണമെന്ന് പറഞ്ഞു. അങ്ങനെ യജമാന പത്നിയായി യാഗം തുടങ്ങുകയാണ്. ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിയാത്ത ആളെയാണ് ശപിച്ചിരിക്കുന്നത്. അപ്പൊ ഗായത്രി ദേവിക്കും ഇതിൽ വല്ലാത്ത വിഷമമുണ്ടായി. ഗായത്രി ദേവിയും ക്ഷുഭിതയായി സരസ്വതി ദേവിയെ ശപിച്ചു. ദേവിയും ഒരു നദിയായി തീരട്ടെ എന്ന്. ഇതോടെ യാഗം മുടങ്ങി. ആകെ അലങ്കോലപ്പെട്ടു. ദേവന്മാരും ഋഷീശ്വരന്മാരും ഈ രണ്ട് ദേവതമാരോടും പറഞ്ഞു, നിങ്ങളുടെ യാഗത്തിന്റെ ആ കാഠിന്യം ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സരസ്വതി ദേവിയും ഗായത്രി ദേവിയും ഒരു തീരുമാനത്തിലെത്തി. അവരുടെ അംശങ്ങൾ ഒരു നദിയായി ഒഴുകാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ശചി തുടങ്ങിയ ദേവപത്നിമാർ ഇതിനോട് യോജിച്ച് ഉപനദികളായി വരട്ടെ എന്നും ഒരു തീരുമാനമുണ്ടായി. അങ്ങനെ ഗായത്രി സരസ്വതി ദേവിമാരുടെ ഓരോ അംശങ്ങൾ ചേർന്ന് ഒഴുകുന്നതാണ് ഭാരതപ്പുഴ എന്നാണ് ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകൾ പറയുന്നത്. ഇത് ഐതിഹ്യമാണ്, ചരിത്രമല്ല. അതേസമയം നമുക്ക് ഐതിഹ്യത്തെ തള്ളിക്കളയാനും സാധിക്കില്ല. ഏതൊരു ചരിത്രത്തിന്റെയും അടിവേര് പലപ്പോഴും ചരിത്രകാരന്മാർ പോലും ഐതിഹ്യത്തെ ആധാരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആനമുടിയിൽ നിന്നും മുടങ്ങിയ ആ യാഗം പിന്നീട് തവനൂരിൽ താപസന്നൂർ എന്ന് പറയുന്ന, ഇന്നത്തെ തവനൂരാണ് പഴയകാല താപസന്നൂര്. പഴയ കാലത്തെ ഗോവർദ്ധനപുരമാണ്. തിരുമനശ്ശേരി രാജാവിന്റെ ഭരണ പ്രക്രിയയിലുള്ള ഗോവർദ്ധനപുരമാണ്. ഈ ഗോവർദ്ധനപുരത്താണ് താപസന്നൂർ ഉണ്ടായിരുന്നത്. അനവധി ഋഷീശ്വരന്മാർ തപസ് ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് താപസന്നൂർ എന്നാണ് പറയുന്നത്. അത് ഇന്ന് തവനൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 4 മുഖത്തോടു കൂടിയ ലോകത്തെ തന്നെ ഏക ബ്രഹ്മാവിന്റെ ക്ഷേത്രമുള്ള സ്ഥലം തവനൂരാണ്. ഇന്ന് തവനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്താണ് യാഗം നടന്നിരുന്ന സ്ഥലം എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. അവിടെയാണ് അത്ര ഈ ബ്രഹ്മാവിന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് ആ ക്ഷേത്രം അവിടെ സ്ഥാപിക്കാനുണ്ടായ ഒരു കാരണം. അവിടെ വെച്ച് മാഘമാസത്തിൽ, അതായത് മലയാള മാസം വരുന്ന സമയത്ത് മകരമാസത്തിൽ മകം വരെയുള്ള 28 ദിവസമാണ് പരശുരാമന്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മാവ് യാഗം നടത്തിയത്. ഈ 28 ദിവസവും ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം, ഈ യാഗത്തിന്റെ ശ്രേഷ്ഠത കാരണം ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ സപ്തനദികളുടെ പ്രവാഹം, അന്ന് ഭാരതപ്പുഴ എന്ന പേരില്ല, അന്ന് പ്രതീജി, പേരാറ് എന്നീ പേരുകളിലാണ് ആനമുടിയിൽ നിന്നും ഉത്ഭവിച്ച ഗായത്രി സരസ്വതി ദേവിമാരുടെ അംശങ്ങൾ ചേർന്നൊഴുകുന്ന നദിയുടെ പേര്. ഈ നദിയിൽ ഈ സപ്തനദികളുടെ പ്രവാഹം തിരിച്ചറിഞ്ഞ പരശുരാമൻ, ഇത് ഭാരതത്തിൽ ഒരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഓരോ വർഷവും ഈ യാഗം കഴിഞ്ഞാലും ഓരോ വർഷവും ഈ പ്രതിഭാസം, ഗംഗ തുടങ്ങിയ സപ്തനദികളുടെ പ്രവാഹം ഈ ഭാരതപ്പുഴയിൽ ഉണ്ടാകും. ഭാരതത്തിലെ ഒരു നദിക്കും ഇങ്ങനെ ഒരു ശ്രേഷ്ഠതയില്ല. അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന് പരശുരാമൻ ജനങ്ങളോട് പ്രഖ്യാപിച്ചു എന്നാണ് ഐതിഹ്യം. ഇതാണ് മാഘമക മഹോത്സവം. മാഘമാസത്തിലെ മകം വരെ, മകം എന്ന് പറയുമ്പോൾ 28ാമത്തെ ദിവസം വലിയ ഉത്സവം നടക്കുന്ന, മഹോത്സവമായി നടത്തുന്ന, 27 ദിവസവും സാധാരണ രീതിയിൽ ഉത്സവം നടക്കും. 28ാമത്തെ ദിവസം വലിയ ഉത്സവമായി നടക്കുന്നത് കൊണ്ടാണ് മഹാമകം അല്ലെങ്കിൽ മാഘമകം എന്ന പേര് വന്നത്. പിന്നീടാണ് അതിന് മാമാങ്കം എന്ന പേര് ആയിട്ട് മാറിയത്. ഈ ദിവസങ്ങളിൽ നിളയിൽ സ്നാനം ചെയ്താൽ, അതിനുശേഷമാണ് ഈ പ്രതീജി, പേരാറ് എന്ന എല്ലാം അറിയപ്പെട്ടിരുന്ന ഈ നദിക്ക് ഭാരതത്തിന്റെ പേര് വരാനുണ്ടായ കാരണം, ഭാരതത്തിലെ ഒരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത
സവിശേഷതയും ശ്രേഷ്ഠതയും ഈ മാഘമാസത്തിൽ ഈ നദിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ നദിക്ക് ഭാരതത്തിന്റെ പേര് വന്നത്, ഭാരതപ്പുഴ എന്ന പേര് വന്നത്. ആദ്യകാലത്ത് ആരും തന്നെ നടത്താതെ എല്ലാവരും സ്വമേധയാ വന്ന് ഭാരതപ്പുഴയെ പൂജിച്ച് നിളയിൽ സ്നാനം ചെയ്ത്, ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്ത്, സപ്തനദികൾ സ്നാനം ചെയ്ത ഫലം അനുഭവിച്ചിരുന്നു എന്നാണ് തലമുറകൾ കൈമാറിയ നാട്ടറിവ്. വളരെ പവിത്രമായ ഒരു ഉത്സവമായിരുന്നു കേരളത്തിന്റെ ഏക നദി ഉത്സവം. രാജാക്കന്മാരും അതുപോലെ നാടുവാഴികളും സാധാരണക്കാരും ഒക്കെ വന്ന് ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്തിരുന്നു. ത്രിമൂർത്തി സ്നാനഘട്ട്, ആ ത്രിമൂർത്തി സ്നാനഘട്ടിനാണ് ഇതിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. വടക്ക് നവാമുകുന്ദ ക്ഷേത്രവും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രവും ഉൾക്കൊള്ളുന്ന ആ ഭാഗം നമ്മളൊരു രേഖ വരച്ചു കഴിഞ്ഞാൽ ത്രികോണാകൃതിയാണ്. ആ ത്രികോണാകൃതി ഗണിതശാസ്ത്രപ്രകാരം, ആ ത്രികോണാകൃതി നമുക്ക് പരിശോധിച്ചാൽ ഗണിതശാസ്ത്രപ്രകാരമാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാവും. മധ്യേ ഭാരതപ്പുഴയും ഒഴുകുന്നു. അപ്പൊ ഈ ത്രികോണാകൃതി എന്ന് പറയുന്നത് ശ്രീചക്രഭാവമാണ്. അപ്പൊ ഇതിന് ശക്തമായ ഒരു ദേവതാ സാന്നിധ്യം, പരാശക്തിയുടെ ഒരു ശക്തി സ്വരൂപമുള്ള ഭാരതത്തിലെ ഏക സ്ഥലമാണ് ഈ ത്രിമൂർത്തി സ്നാനഘട്ട്, തിരുനാവായയും തവനൂരും അടങ്ങുന്ന ആ പ്രദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സവിശേഷത അറിഞ്ഞ് ധാരാളം ആളുകൾ ആ കാലത്ത് തന്നെ വന്നിരുന്നു. ഇത് ആരെങ്കിലും നടത്തുകയോ അതിന് ചുക്കാൻ പിടിക്കുകയോ നേതൃത്വം കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പല ഭാഗത്തുനിന്നും വന്ന ജനങ്ങൾ ഈ നിളാപുണ്യം, ഭാരതപ്പുഴയുടെ ഈ പുണ്യം അനുഭവിക്കുകയായിരുന്നു. BC 113 മുതലാണ് കേരളത്തിന്റെ ഈ ഏക നദീ ഉത്സവത്തിന് ഒരു നടത്തിപ്പിന് സ്വഭാവം വന്നത്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് മീതെ ഒരു അധികാരിയെ നിശ്ചയിക്കണമെന്ന് ആ കാലത്തെ നമ്പൂതിരി ശ്രേഷ്ഠന്മാർ തീരുമാനിക്കുകയും ആ ഒരു സ്ഥാനത്തിന് വാൾനമ്പി എന്ന ഒരു പേര് നൽകുകയും ചെയ്തു. തവനൂരിലെ വെള്ള നമ്പൂതിരിയുടെ, വെള്ളമന എന്ന് പറയുന്ന ഒരു മനയുണ്ട് അവിടെ, ആ വെള്ളമന നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് BC 113 ആദ്യമായിട്ട് വാൾനമ്പിയെ തെരഞ്ഞെടുക്കുന്നത്. അത് ഭാരതപ്പുഴയുടെ വടക്കേ കരയിലാണ്. വാൽപ്പറമ്പ് എന്ന പേരിൽ ഇന്നും ആ പറമ്പ് ഉണ്ട്. ആ പറമ്പിൽ വെച്ചാണ് വാൾനമ്പിയെ തെരഞ്ഞെടുത്തിരുന്നത്. വാൾനമ്പി ചേരമാൻ പെരുമാൾ പിൽക്കാലത്താണ് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് വാൾനമ്പിമാരായിരുന്നു BC 113. ഈ വാൾനമ്പിയുടെ കാലാവധി 3 വർഷമായിരുന്നു. പിന്നീട് അത് 5 വർഷത്തേക്കാക്കി. അങ്ങനെ ഓരോ 3 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴും ഈ വാൾനമ്പിമാരുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഭാരതപ്പുഴയുടെ ഉത്സവം, ആഗമക മഹോത്സവം ഈ വാൾനമ്പിമാരായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. അത് മുതലാണ് ഇതിനൊരു നടത്തിപ്പിന്റെ സ്വഭാവം വന്നത്. ഇപ്പൊ 3 വർഷത്തെ കാലാവധിയുള്ള വാൾനമ്പി സ്ഥാനമാണെങ്കിൽ അതിന് പിറകിലുള്ള 2 വർഷം ആരും നടത്താതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വമേധയാ ആളുകൾ വന്ന് ഭാരതപ്പുഴയെ പൂജിച്ചും അതുപോലെ തന്നെ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്തും ഒക്കെ പോയിരുന്നു. നമുക്ക് ഹരിദ്വാറിലും പ്രയാഗിലും അവിടെയൊക്കെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള കുംഭമേളകളെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ദക്ഷിണ ഭാരതത്തിലെ ഈ ഭാരതപ്പുഴയിലെ ഈ മഹോത്സവവും കുംഭമേളയ്ക്ക് സമാനമായി നടന്നു വന്നിരുന്ന ഒരു ഉത്സവമാണ്. എന്നാൽ ഉത്തരേന്ത്യയിലെ കുംഭമേളയുടെ ചരിത്രമല്ല, ഐതിഹ്യമല്ല ഭാരതപ്പുഴയുടെ ഈ കുംഭമേളയ്ക്കുള്ളത്, അതായത് ഭാരതപ്പുഴയുടെ ഉത്സവത്തിനുള്ളത്. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആരും നടത്താതെ 2 വർഷവും പിന്നെ വാൾനമ്പിമാരും ഈ ആഗമക മഹോത്സവം നിയന്ത്രിക്കാനും നടത്താനും തുടങ്ങി. പിന്നീടാണ് ചേരമാൻ പെരുമാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അതും ഈ വാൽപ്പറമ്പിൽ വെച്ചായിരുന്നു. ഇന്നുമുണ്ട് വാൽപ്പറമ്പ്, വാൾപ്പറമ്പ് എന്നായിരുന്നു അതിന്റെ പേര്. ഇന്ന് അത് രേഖയിൽ വാൽപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാൾനമ്പിമാരെ തെരഞ്ഞെടുക്കുന്ന പറമ്പ്. ഈ വാൾപ്പറമ്പിൽ വെച്ചാണ് ആദ്യത്തെ ചേരമാൻ പെരുമാളിനെ തെരഞ്ഞെടുക്കുന്നത്. അത് ചേരമാൻ പെരുമാളിന്റെ കാലാവധി എന്ന് പറയുന്നത് 12 വർഷമാണ്. അങ്ങനെ 12ാമത്തെ വർഷം വരുന്ന 28 ദിവസത്തെ ആഗമക മഹോത്സവം നിയന്ത്രിച്ചിരുന്നത് ചേരമാൻ പെരുമാക്കന്മാരായിരുന്നു. 11 വർഷം ആരും നടത്താതെ ഭാരതപ്പുഴയിൽ വന്ന് നിളയിൽ സ്നാനം ചെയ്ത് നിളയെ പൂജിച്ച് ആളുകൾ പോയിരുന്നു. അങ്ങനെ ഓരോ വർഷവും ഭാരതപ്പുഴയെ പൂജിച്ചിരുന്നു. അത് പരശുരാമന്റെ കാലത്ത് ത്രേതായുഗം മുതൽ തുടങ്ങിയതാണ് ഭാരതപ്പുഴയുടെ ഉത്സവം.
ഒടുവിലെ ചേരമാൻ പെരുമാള് രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് സുന്ദരമൂർത്തി സ്വാമികൾ, ഒടുവിലെ ചേരമാൻ പെരുമാള് നമുക്ക് കിട്ടിയ രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ രാമവർമ്മ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറ കോവിലകത്തെ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ കൊച്ചി രാജവംശജരായ രാമവർമ്മയായിരുന്നു. രാമവർമ്മ ഒടുവിൽ രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേരിലാണ് സമാധിയായത് എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത്. അദ്ദേഹം രാജ്യഭാരം ഉപേക്ഷിക്കുന്ന സമയത്ത് മാഘമക മഹോത്സവം നടത്തുന്നതിന്റെ ഭാരവും ഉപേക്ഷിച്ചിരുന്നു. ഇത് പിന്നീട് കിട്ടിയത് വള്ളുവ കൊനാതിരിക്കാണ്. വള്ളുവനാട്ടിലെ രാജാവ് വള്ളുവ കൊനാതിരിക്കാണ്. അങ്ങനെ വള്ളുവ കൊനാതിരി 8 മാമാങ്കങ്ങൾ 12 വർഷത്തിൽ കൂടുമ്പോൾ 28 ദിവസം നീണ്ടു നിൽക്കുന്ന 8 മാമാങ്കങ്ങൾ നടത്തി. കൃഷ്ണയ്യർ പറയുന്നു AD 1001 വരെയുള്ള കാലത്ത് വള്ളുവ കോനാതിരി തിരുനാവായയിൽ ഈ ത്രിമൂർത്തി സ്നാനഘട്ടിൽ മാഘമക മഹോത്സവം അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഉത്സവം മാമാങ്കം ആഘോഷിച്ചിരുന്നു എന്നാണ്. ഈ ഒരു സമയത്താണ് ഗോവർദ്ധനപുരം, ഞാൻ പറഞ്ഞല്ലോ മറ്റേ തവനൂർ മേഖല എന്ന് പറയുന്നത് ഗോവർദ്ധനപുരമാണ്. ഈ ഗോവർദ്ധനപുരം ആക്രമിക്കാൻ വള്ളുവ കോനാതിരി ലക്ഷ്യമിടുന്നു എന്ന ഒരു വിവരം കിട്ടി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുമനശ്ശേരിയാണല്ലോ അവിടുത്തെ രാജാവ് നേരെ സാമൂതിരിയെ ബന്ധപ്പെട്ടു. സാമൂതിരിയോട് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സാമൂതിരി സൈന്യവുമായിട്ട് പൊന്നാനി മേഖലയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പൊന്നാനി മേഖലയിൽ കടന്ന സാമൂതിരി തൃക്കാവിൽ ഒരു കോവിലകം നിർമ്മിച്ചു. സാമൂതിരിമാർക്ക് തൃക്കാവിൽ ഒരു കോവിലകം ഉണ്ടായിരുന്നു. ദീർഘകാലം പല ചരിത്രകാരന്മാരും പറയും കോഴിക്കോട് സാമൂതിരി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം തൃക്കാവ് പൊന്നാനി സാമൂതിരി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയാവുക. ഏറ്റവും കൂടുതൽ കാലം തൃക്കാവ് കോവിലകത്തിരുന്നാണ് സാമൂതിരി രാജാക്കന്മാർ ഭരണം നടത്തിയത് എന്ന് ചില ചരിത്രകാരന്മാർ, ഡോക്ടർ NN നമ്പൂതിരി ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ പറയാറുണ്ട്. സാമൂതിരി അവിടെ കോവിലകം നിർമ്മിച്ച് അവിടെ പാർപ്പ് തുടങ്ങിയതോടുകൂടി, ഭരണം തുടങ്ങിയതോടുകൂടി തിരുമനശ്ശേരി തന്റെ രാജ്യവും തന്റെ എല്ലാ അധികാരവും സാമൂതിരിക്ക് കീഴിൽ വെക്കുക മാത്രമല്ല, സാമൂതിരിയുടെ ആജ്ഞാനുവർത്തിയായി അദ്ദേഹം മാറുകയായിരുന്നു. ഈ സമയത്താണ് ഭാരതപ്പുഴയുടെ ഉത്സവത്തിന്റെ സവിശേഷത സാമൂതിരിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ ഉത്സവം നടത്താനുള്ള അധികാരം കിട്ടാൻ വേണ്ടി സാമൂതിരിക്ക് ഒരു മോഹമുണ്ടായി. ഈ മോഹം തിരുമനശ്ശേരിയുമായി പങ്കുവെക്കുകയും തിരുമനശ്ശേരി ഒരു മാമാങ്ക കാലത്ത് അദ്ദേഹത്തിന്റെ ചാത്തിര സംഘം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ യോദ്ധാക്കൾ എന്നാണ് അർത്ഥം. ചാത്തിര സംഘങ്ങളുമായി വന്ന് വള്ളുവ കോനാതിരിയെ അരിഞ്ഞു വീഴ്ത്തി ഭാരതപ്പുഴയുടെ ഉത്സവം മാഘമക മഹോത്സവം നടത്താനുള്ള അധികാരം സാമൂതിരിക്ക് നേടിക്കൊടുത്തു. വള്ളുവ കോനാതിരിയെ അരിഞ്ഞു വീഴ്ത്തി മാമാങ്കം നടത്താനുള്ള അധികാരം സാമൂതിരി പിടിച്ചടക്കിയതോടുകൂടി രണ്ട് നാടുകൾ തമ്മിലുള്ള വലിയ വിഷയമായി. കാരണം വള്ളുവനാട്ടുകാർക്ക് അതൊരു അഭിമാന പ്രശ്നമായി. സാമൂതിരിയെ വധിച്ച് മാമാങ്കം നടത്താനുള്ള അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഉത്സവം നടത്താനുള്ള മാഘമക മഹോത്സവം നടത്താനുള്ള അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വള്ളുവനാട്ടിൽ നിന്നും ചാവേറുകൾ വരാൻ തുടങ്ങി. അവിടെ നിന്ന് 4 പണിക്കന്മാരുണ്ട്. ആ പണിക്കർ കുടുംബങ്ങളിൽ നിന്നും പിന്നെ ചാവേറുകളാകാൻ താല്പര്യമുള്ള ദേശഭക്തിയുള്ള ആളുകളുമൊക്കെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കപ്പിണ്ടം വെച്ചുകൊണ്ടാണ് വെട്ടിമരിക്കാൻ വേണ്ടി ഈ സാമൂതിരിയെ വധിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഒരു തരത്തിലും സാമൂതിരിയെ വധിക്കാൻ ചാവേറുകൾക്ക് സാധിച്ചിരുന്നില്ല. പയ്യാവിനാട്ട് 30,000-ന്റെയും നെമ്മിനി ചാത്തിരരുടെ അകമ്പടിയുമൊക്കെയുള്ള സാമൂതിരിയുടെ ഭടന്മാരുടെ വാളിനും കുന്തത്തിന്റെയും തലപ്പത്തുകൂടെ നൂൽപ്പഴുത്ത് തോടി മുന്നോട്ട് പോയാൽ പോലും ഇടയ്ക്ക് വെച്ച് അവിടെ പിടഞ്ഞു മരിക്കാറാണ് പതിവ്. അങ്ങനെ സാമൂതിരി എത്ര മാമാങ്കങ്ങൾ നടത്തി? സാമൂതിരി 55 മാമാങ്കങ്ങൾ നടത്തിയതായാണ് സാമൂതിരി രേഖകളിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന മാമാങ്കം എന്ന് പറയുന്നത് വള്ളുവനാട്ടിൽ നിന്നും ചാവേറുകൾ വന്ന് പൊരുതി മരിക്കുന്ന മാമാങ്കത്തെക്കുറിച്ചുള്ള ചരിത്രം മാത്രമേ മലയാളികൾക്ക് അറിയുള്ളൂ. അതിനു മുമ്പ് ത്രേതായുഗം മുതൽ തുടങ്ങിയ ഭാരതപ്പുഴയുടെ മഹത്തായ ഈ ഉത്സവത്തെക്കുറിച്ച് മലയാളികൾ മറന്നുപോയി. ഒരുപക്ഷെ ചരിത്രകാരന്മാരോ മറ്റോ അത് ബോധപൂർവ്വം മൂടി വെച്ചിട്ടുണ്ടാകും എന്നും ഞാൻ സംശയിക്കുന്നു. ഈ ഒരു വലിയൊരു ഉത്സവത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം പഴയ കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതുമുതലാണ് മാമാങ്ക രക്തപങ്കിലമാകുന്നത്.
അതേസമയം സാമൂതിരി ഈ മാമാങ്ക കാലത്ത് വരുന്നതും നീരാട്ട് നടത്താനാണ്. നീരാട്ട് എന്ന് പറയുന്നത് സ്നാനം ചെയ്യാനാണ്. സാമൂതിരി രേഖകളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നൊരു കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നീരാട്ട് കുളിപ്പന്തൽ ഉയർത്തുന്നുണ്ട്. നീരാട്ട് കുളിപ്പന്തൽ ഉയർത്തി സാമൂതിരി അവിടെ സ്നാനം ചെയ്യുന്നുണ്ട്. പിന്നീട് AD 1766 ഭാരതപ്പുഴയുടെ മഹത്തായ ഈ ഉത്സവം നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധികാരം വന്നു. ബ്രിട്ടീഷ് ഭരണം വന്നതിന് ശേഷം പിന്നീട് ഭാരതം സ്വതന്ത്രമായി. പിന്നീട് രാജവംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ ദക്ഷിണ ഭാരതത്തിന്റെ ചില പുരാതനവും കേരളത്തിന്റെ ഏക നദീ ഉത്സവമായ ഭാരതപ്പുഴയുടെ ഉത്സവം AD 1766 നമുക്ക് നഷ്ടപ്പെട്ടു. സാമൂതിരി നടത്തിയ 55 മാമാങ്കങ്ങളിൽ സാമൂതിരി രേഖകൾ പ്രകാരം തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2750-നും 3300-നും ഇടയിലാണ്. അത്രയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ത്രിമൂർത്തി സ്നാനഘട്ട്. അത് സാമൂതിരിയുടെ കാലത്ത് മാത്രം നടന്നതാണ്. വളരെ പവിത്രമായി ആഘോഷിച്ചിരുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഇവരിൽ പലർക്കും ഇപ്പൊ ചാവേറുകൾ മാത്രമല്ല ആ കാലത്ത് മരണപ്പെട്ടത് എന്ന് സാമൂതിരി രേഖകളിൽ കാണാം. സാമൂതിരി എഴുന്നള്ളുന്ന സമയത്ത് മുഖം കുനിച്ചില്ല എന്നതിന്റെ പേരിൽ 9 പേരെ വെട്ടിക്കൊന്ന ഒരു ചരിത്രം സാമൂതിരി രേഖയിലുണ്ട്. അതുപോലെ തന്നെ ഒരാളെ പിടികൂടി കൊണ്ടുവന്ന് അടിച്ചു കൊന്ന രേഖയും സാമൂതിരി ചരിത്രത്തിൽ കാണാം. ആ രീതിയിലാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചാവേറുകൾ ഇരിക്കപ്പിണ്ടം വെച്ചാണ് വരാറ്. അതുകൊണ്ട് അവർക്ക് പിന്നീട് മരണാനന്തര ക്രിയകളൊന്നും ചെയ്യേണ്ടതില്ല. ഒരു തിരുനെല്ലിയിൽ പോയി അതെല്ലാം ചെയ്ത് വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് വരാറുള്ളത്. കോഴിക്കോട് കാശ്യപാശ്രമത്തിന്റെ കുലപതി ആചാര്യശ്രീ MR രാജേഷിന്റെ നിർദ്ദേശപ്രകാരം കേരള ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം, ഒരു സംഘടന ഞാൻ രൂപീകരിച്ചു. അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ട പൈതൃകങ്ങളുടെ വീണ്ടെടുപ്പ്, അത് കണ്ടെത്തി വീണ്ടെടുക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മാമാങ്കത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഈ മാമാങ്കത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇത് വെട്ടും കുത്തുമല്ല, യഥാർത്ഥ മാമാങ്കം ഭാരതപ്പുഴയുടെ ഉത്സവമാണ്, അത് കുംഭമേളയ്ക്ക് സമാനമായി നടന്നു വന്നിരുന്ന ഒരു ഉത്സവമാണ് എന്ന് മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നി ദക്ഷിണ ഭാരതത്തിലെ ചിരപുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവമായ ഈ ഭാരതപ്പുഴയുടെ ഉത്സവം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ, പുനരാവിഷ്കാരമില്ല കേട്ടോ, പുനരാവിഷ്കാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാമാങ്കം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഒരു സംഭവം അതേപോലെ ഒരു ആവിഷ്കരിക്കുക എന്നുള്ള അതല്ല, അത് പുനരാവിഷ്കാരമല്ല, പുനരാരംഭം തന്നെ. മുടങ്ങിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരിക, വീണ്ടെടുക്കുക എന്ന ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിൽ അറിയാതെ ഉയർന്നുകൂടി. അത് എങ്ങനെ രണ്ട് ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ തന്നെ ഒരു വലിയ രീതിയിൽ ഒരു മാറ്റത്തിന് മാഘമക മഹോത്സവം കേരളത്തിന്റെ തന്നെ, മലപ്പുറം ജില്ല എന്ന് പറയാൻ കഴിയും, കേരളത്തിന്റെ തന്നെ ഒരു വലിയ ഒരു അഭിമാനമായ ഒരു ഉത്സവമാക്കിയായി മാറ്റിയെടുക്കാം. അത് നാടിന്റെ തന്നെ വികസനത്തിന് കാരണമാവാൻ എന്ത് വഴി എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ പലർക്കും അത് പരിഹാസമായിരുന്നു. അതിന്റെ ആവശ്യമില്ല, ഇത് ചാവേറുകൾ വന്ന വെട്ടിയും കുത്തിയും മരിക്കുന്നതാണ്, വാണിജ്യോത്സവമാണ്. വാണിജ്യോത്സവമൊക്കെ ആയി തീർന്നത് എപ്പോഴാണ്? ഈ 55 മാമാങ്കങ്ങളുടെ സമയത്താണ്. സാമൂതിരിയാണ് ഇതിന്റെ ഒരു വാണിജ്യ ഉത്സവമാക്കിയിട്ട് അത് മാറ്റിയത്. അദ്ദേഹത്തിന് ഏത് സമയത്തും ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരു വംശമാണ് സാമൂതിരി രാജവംശം. പൊന്നാനിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്തുന്ന പഴയ ഒരു വാണിജ്യപാതയുണ്ടായിരുന്നു. ആ വാണിജ്യപാത ഉപയോഗപ്പെടുത്തി മാമാങ്കത്തിൽ വാണിജ്യം ഒക്കെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ വാണിജ്യവും മറ്റും ആയിട്ട് ഇത് മാറുകയാണുണ്ടായത്. മാത്രമല്ല നമ്മുടെ ഉത്സവങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ആ ഉത്സവത്തിലൊക്കെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ വരാറില്ലേ? അപ്പൊ അതുപോലെ ധാരാളം കച്ചവടങ്ങളൊക്കെ ആ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുംഭമേള സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ധാരാളം കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ ആളുകൾ അവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് കുംഭമേളയിൽ നിന്നും, കുംഭമേള സ്ഥലത്തെ വാണിജ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കുംഭമേള എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഉത്സവം എന്ന് പറയുന്നത് വാണിജ്യോത്സവം മാത്രമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ല, വാണിജ്യോത്സവം കൂടിയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പം തിരുനാവായ തന്നെ കർക്കിടകത്തിലും മറ്റും ബലിയിടുന്ന സമയത്ത് കറുക വെക്കുന്ന കുട്ടികൾ പോലും ഉണ്ട്. പിന്നെ പൊരിക്കച്ചവടമുണ്ട്, ബലൂൺ വിൽപ്പനയുണ്ട്, ഒരുവിധം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പൊ നാളെ വന്നിട്ട് പറയുകയാണ് അത് പിന്നെ കറുക വിൽപ്പനയും അല്ലെങ്കിൽ ബിസിനസ് അല്ല വാണിജ്യമായിരുന്നു തിരുനാവായ വാവുബലി എന്ന് പറയാൻ പറ്റുമോ? വാവുബലി ഉണ്ടായത് കൊണ്ടാണ് അവിടെ വാണിജ്യം വന്നത്. അത് ആവശ്യവുമാണ്. ആളുകൾ വരുമ്പോൾ അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് യുദ്ധോത്സവമാണെന്ന് എങ്ങനെ പറയും? യുദ്ധോത്സവം വെറും 55 മാമാങ്കങ്ങളിലേ വരുന്നുള്ളൂ. അതിനു മുമ്പ് പരശുരാമന്റെ കാലം മുതൽ ചേരമാൻ പെരുമാളിന്റെ കാലത്ത്, അതുപോലെ തന്നെ വള്ളൂക്കോനാഥിന്റെ കാലത്ത്, അതിനു മുമ്പ് ഒക്കെ ഈ പരശുരാമന്റെ കാലം മുതൽ തുടങ്ങിയതല്ലേ. അപ്പൊ അതിനെ നമുക്കതിനെ യുദ്ധോത്സവം എന്നും പറയാൻ വയ്യ. അതായി പിന്നീട് പരിണമിക്കുകയായിരുന്നു. അങ്ങനെ 2016 ഇത് ചെറിയ രീതിയിൽ ഒരു തുടക്കം കുറിച്ചു. ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹം വന്ന് കർപ്പൂരം കത്തിച്ച് നിളയിലേക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന ഒരു ഉത്സവമാണ് 2016 നടത്തിയത്. കേരള ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മാഘമക മഹോത്സവം 1766 നിലച്ചുപോയ മാഘമക മഹോത്സവം ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് 2016 പുനഃസ്ഥാപിച്ചത്. ഒരു 10-20 പേര് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇതൊരു വലിയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്സവമായി മാറണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹം ഒരു നിയോഗമായിരിക്കാം. 2017 ഇതേപോലെ തന്നെ മാഘമക മഹോത്സവം നടത്താൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടതിന് സാമ്പത്തികമായി ചെലവ് വരുമല്ലോ. അപ്പോൾ പലരെയും സഹായിച്ചപ്പോൾ പലരും എന്നെ അവഗണിക്കുകയും അവജ്ഞയോടെ ഈ വിഷയം തള്ളിക്കളയുകയും ആണ് ഉണ്ടായത്. ആ 2017 യഥാർത്ഥത്തിൽ ഈ ഭാരതപ്പുഴയോട് ഓരത്തിരുന്ന് ഞാൻ അറിയാതെ തേങ്ങിയ ഒരു സായാഹ്നമുണ്ട്. അപ്പൊ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകൾ, രഘുപാല്, അതുപോലെ തന്നെ കർമ്മി ആയിട്ടുള്ള രാജേട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒക്കെ വന്നിട്ട് അവരാണ് എന്നെ സമാധാനിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയൊരു ഉത്സവം നമ്മൾ തുടക്കം കുറിച്ചു, ഈ പ്രാവശ്യം നമുക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ, എല്ലാവരും എന്നെ അവഗണിക്കുന്നുവല്ലോ, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല നമുക്ക് ചെയ്യാം, നമുക്ക് അത് ഈ വർഷം അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് 2018 ഇതിനൊരു മാറ്റം വന്നത്. 2018 ഒരു രാത്രിയിൽ, ശരിക്കും പറഞ്ഞ ഒരു രാത്രിയിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു അജ്ഞാത ശക്തിക്കടിമപ്പെട്ടവനെ പോലെ തന്നെ എന്ന് തന്നെ പറയാം. ആ മാഘമക മഹോത്സവം പുനരാരംഭിക്കാൻ തുടർന്നും കൊണ്ടുപോകണം എന്ന് ആരോ പറയുന്നത് പോലെ ഉള്ളിലൊരു തോന്നൽ. അങ്ങനെ ഞാൻ നേരെ എൻ്റെ വീട്ടിനടുത്തുള്ള ബാബു എന്ന് പറയുന്ന അമൃതകീർത്തിയിലെ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് വിവരം പറഞ്ഞു. രാത്രിയാണ് ചർച്ച ചെയ്യുന്നത് 2018 സമയത്ത്. അദ്ദേഹം ഉടനെ നമുക്കിത് ആദ്യം ഒന്ന് ചിദാനന്ദപുരി സ്വാമികളായിട്ട് ബന്ധപ്പെടാം. അങ്ങനെ ഞാൻ ചിദാനന്ദപുരി സ്വാമികളുമായിട്ട് രാത്രി ബന്ധപ്പെടുക. അന്ന് അദ്ദേഹം കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അന്ന് പറഞ്ഞത്, ഏത് സമയത്താണോ നിങ്ങൾക്ക് ഈ ഒരു തോന്നലുണ്ടായത് അത് കേരളത്തിന്റെ ഭാഗ്യജാതകം കുറിച്ച ചിന്തയാണ് എന്നാണ്. സന്യാസി സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതിനുശേഷം ബാബു തന്നെ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അമ്മയെ, മാതാ അമൃതാനന്ദമയി ദേവിയെ ഈ കാര്യം അറിയിക്കാം. അങ്ങനെ വള്ളിക്കാവിലേക്ക് വിളിച്ചപ്പോൾ അമ്മ അവിടെ ഉണ്ട്. പിറ്റേത്തെ ദിവസം പോകാൻ വേണ്ടിയിട്ടുള്ള 2 ദിവസത്തിനപ്പുറം പോകാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ. അതിന് പിറ്റേ ദിവസം നേരെ വരുന്നത് താനൂർ മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിനി, ഇന്ന് അമ്മ സന്യാസം എന്നുള്ള ചൈതന്യമല്ല, സ്വാമിനി അമ്മയാണ്. സ്വാമിനി അതുല്യാമൃത പ്രാണാജിയെ കണ്ടു. അമ്മയോടും ഈ കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടാവുമെന്ന് അമ്മയും പറഞ്ഞു. അതിന് പിറ്റേ ദിവസമാണ് അമ്മയുമായി, വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയി അമ്മയുമായിട്ട് ഈ കാര്യം സംസാരിക്കാൻ ചെന്നു. അമ്മ 12 മിനിറ്റ് ദർശനം നിർത്തിവെച്ച് മാമാങ്കത്തിന്റെ ചരിത്രം കേൾക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എല്ലാവിധ അനുഗ്രഹവും പിന്തുണയും ഇത് മുടങ്ങാതെ കൊണ്ടുപോകണമെന്ന് അമ്മയുടെ ഒരു ഉപദേശവും കിട്ടിയപ്പോൾ കൂടുതൽ പോസിറ്റീവ് എനർജി ആയിരുന്നു. പക്ഷെ എൻ്റെ നാട്ടിലുള്ളവരെല്ലാം ഇതെല്ലാം തള്ളി പറഞ്ഞപ്പോൾ ഇത്രയും മഹാന്മാരായ മഹത്തുക്കളായ സ്വാമിമാരും ഒക്കെ ഇതിനെ പിന്തുണയ്ക്കുകയും നടത്തണം എന്ന് ഒരു പോസിറ്റീവ് എനർജി എന്നിലുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അവിടുന്ന് നേരെ വന്ന് മഹാകവി അക്കിത്തത്തെ കണ്ടു.
സാമൂതിരി രാജാവിന്റെ പ്രതിനിധികളെ കണ്ടു. എല്ലാവരെയും കണ്ടതിന് ശേഷം 2016 ഇതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. അവിടെ നിന്ന് ഒരു മുഖ്യ സംഘാടക സമിതി രൂപീകരിച്ചു. മാതാ അമൃതാനന്ദമയി അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ, അല്ലെങ്കിൽ അമ്മയുടെ സമ്മതപ്രകാരം തന്നെ മാതാ അമൃതാനന്ദമയി ദേവി, മുഖ്യ രക്ഷാധികാരി സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ, സ്വാമി പരമാനന്ദപുരി സ്വാമികൾ, ആചാര്യ ശ്രീ M.R. രാജേഷ് തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ, മഹത്തുക്കളെയൊക്കെ രക്ഷാധികാരികളുമാക്കി. സ്വാമിനി അതുല്യാമൃത പ്രാണാജി ജനറൽ കൺവീനറായി. ഞാൻ അതിന്റെ ചീഫ് കോർഡിനേറ്ററായി. അങ്ങനെ ഒരു നല്ല ഒരു കമ്മിറ്റി രൂപീകരിച്ച് 2018 മുതൽ മാഘമക മഹോത്സവം ഒരു വർഷവും മുടങ്ങാതെ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് ഉള്ള വർഷങ്ങളിൽ തിരുനാവായ മാത്രം പോരാ, തവനൂരിലും വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, കമ്മിറ്റി ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തവനൂരിൽ വിദേശത്ത് നിന്നും അമേരിക്കയിൽ നിന്ന് പോലും എത്തിയിട്ടുള്ള ആളുകൾ എത്തി പങ്കെടുത്തിരുന്ന ഒരു മഹോത്സവമാണ് ഉണ്ടായത്. കാനഡയിൽ നിന്നും രമേശ് നടരാജ അയ്യർ, GRD അയ്യർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ടുനിന്ന മഹായാഗം നടന്നു, ചണ്ഡിക യാഗം നടന്നു. അങ്ങനെ ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമായിട്ട് ഭാരതപ്പുഴയുടെ ഉത്സവം ആഘോഷിക്കാൻ തുടങ്ങി. വളരെ ഗംഭീരമായി തന്നെ 2016 മുതൽ ഓരോ വർഷവും ആഘോഷിക്കാൻ തുടങ്ങി. പലരുടെയും സഹായം ഓറൽ ഹിസ്റ്ററിക്ക് ഉണ്ടായിരുന്നു. ചില ട്രസ്റ്റുകൾ ആദ്യകാലത്തെല്ലാം സഹായിച്ചു. പിന്നീട് ചില ട്രസ്റ്റുകളുമായി ഉള്ള ചില അഭിപ്രായ വ്യത്യാസം കാരണം ആ ട്രസ്റ്റുകളുടെ സഹായം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഈ ട്രസ്റ്റുകളുടെ സഹായം ഇല്ലെന്ന് വന്നപ്പോൾ ആചാര്യ ശ്രീ M.R. രാജേഷ്, കോഴിക്കോട് കാശിവാശ്രമം കുലപതി, ഇദ്ദേഹം രക്ഷാധികാരി കൂടിയാണല്ലോ, അദ്ദേഹം ഇത് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ഇതിനു വേണ്ട ഫണ്ടുകളും ഒക്കെ വാഗ്ദാനം ചെയ്തു നിർത്തിക്കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. തുടർന്നുള്ള ഒരു മീറ്റിംഗിൽ തുടർന്ന് നമ്മുടെ തിരുനാവായയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ മനപ്പറമ്പിലാണ്, അരീക്കര മനപ്പറമ്പിലാണ് ഓരോ വർഷവും ഈ പരിപാടികൾ നടത്താറുള്ളത്. അദ്ദേഹമാണ് ഇതിന് ഗണപതി ഹോമം നടത്തിക്കൊണ്ടാണ് ഇതിന്റെ പൂജകളെല്ലാം തുടങ്ങാറുള്ളത്, മറ്റു പരിപാടികൾ നടത്താറുള്ളത്, സെമിനാറുകൾ നടത്താറുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, ഞാനും കൂടി ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ട്, തത്തുമസി ട്രസ്റ്റ്, അദ്ദേഹം മാനേജിങ് ട്രസ്റ്റിയാണ്, ഞാൻ കൂടെ വരാം എന്ന്. ഒരു പക്ഷെ അത് വളരെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല മുൻ മേൽശാന്തിയാണ് ബ്രഹ്മശ്രീ AK സുധീർ നമ്പൂതിരിപ്പാട്, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം മുതൽ അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ കൂടെ ഒരു സഹായം നമുക്ക് കിട്ടി. നേരത്തെയുള്ള ട്രസ്റ്റുകളെല്ലാം നമ്മൾ വേണ്ടെന്ന് വെച്ചിരുന്നു. സഹായത്തോടെ കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായിട്ട് ശ്രീചക്ര പൂജയോട് കൂടിയിട്ടെല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു. പക്ഷെ തവനൂരിൽ നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ മാഘമക മഹോത്സവം നടത്താൻ സാധിച്ചില്ല. ഈ വർഷം തവനൂരിൽ 28-ാം തീയതി മാഘമക മഹോത്സവത്തിന്റെ ദിവസം മകം നാളിൽ 100 കണക്കിന് അമ്മമാര് ഭാരതപ്പുഴയെ പൂജിക്കുന്നുണ്ട്. ഓരോ വർഷവും നമ്മൾ സന്യാസി സംഗമം, അതുപോലെ തന്നെ രാജവംശ സംഗമം, വടജന സംഗമം ഇതെല്ലാം വെക്കുന്നു. ഒരു വലിയ പരിപാടിയായിട്ടാണ് മാഘമക മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ശ്രീചക്രം ഉദ്ദേശിച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ബ്രഹ്മാവ് ശിവന്റെയും അതുപോലെ തന്നെ വിഷ്ണുവിന്റെയും നവാമുകുന്ദന്റെയും ക്ഷേത്രസ്ഥാനങ്ങൾ ശ്രീചക്രഭാവത്തിലായതുകൊണ്ട് ശ്രീചക്രത്തിന് അവിടെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം മുതൽ സുധീർ തിരുമേനിയുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം ശ്രീചക്ര പൂജ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് വളരെ ഫലം ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ എവിടെയുമില്ല ഈ ശ്രീചക്ര സ്വഭാവത്തിലുള്ള ഒരു പ്രദേശത്ത് ശ്രീചക്ര പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നടക്കാത്ത ഒരു വലിയ ഒരു പൂജയാണത് തിരുനാവായയിൽ നടക്കുന്നത്. ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിന് അനുയോജ്യനായ ഒരു ആളാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ 2021 ഒരു തീരുമാനമെടുത്തിരുന്നു. 22 തൈപ്പൂയ മഹോത്സവം നടത്തണമെന്ന്. സാമൂതിരി 54 തൈപ്പൂയം നടത്തിയതിനായിട്ട് രേഖയുണ്ട്, തിരുനാവായ തൈപ്പൂയം എന്ന പേരിൽ. ആ തൈപ്പൂയം പുനരാരംഭിക്കണമെന്ന് 2021 തീരുമാനമെടുത്തു. അത് 2022 അത് സാധ്യമായി. 2022 ആ ഒരു തീരുമാനമെടുത്ത് 2023 അത് യാഥാർത്ഥ്യമായി. ഈ വർഷം 23, 24 തീയതികളിൽ ഈ ശ്രീചക്രത്തിന്റെ പ്രാധാന്യം
ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി, ഈ ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പ്രാധാന്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു രഥയാത്ര നടത്തുന്നുണ്ട്. ആ രഥയാത്രയുടെ പേര് തന്നെ ശ്രീചക്ര രഥയാത്ര എന്നാണ്. തത്വമസി ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ AK സുധീർ നമ്പൂതിരിയാണ് ആ രഥയാത്ര നടത്തുന്നത്. പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആ രഥയാത്ര തുടങ്ങും. അവിടെ നിന്ന് 24 തീയതി വൈകുന്നേരം തിരുനാവായിൽ എത്തുന്നതോടുകൂടി 22 ഗ്രാമങ്ങളിലൂടെ ഈ രഥയാത്ര സഞ്ചരിച്ച് 24 തീയതി വൈകുന്നേരമാണ് മാഘമക മഹോത്സവം കൊടിയേറുന്നത്. ഭാരതപ്പുഴയുടെ ഉത്സവം നടത്തുന്നതിന് തിരുനാവായിൽ ഒരു സംഘാടക സമിതിയുണ്ട്. പ്രത്യേകമായ ഒരു സംഘാടക സമിതിയാണ്. അതുപോലെ തന്നെ തവനൂരിലുമുണ്ട് ഒരു സംഘാടക സമിതി. തവനൂരിലെ മാഘമക മഹോത്സവം നടത്തുന്നതിന്റെ അങ്ങനെ 2 സംഘാടക സമിതി ഇതിന് നിലവിലുണ്ട്. 2 സംഘാടക സമിതിയും ആണ് 2 കരകളിലുമായിട്ട് ഇതിനുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത്. മാതാ അമൃതാനന്ദമയി അമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു മോണിറ്ററിംഗ്, ഇത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അതിന് ഒരു മേൽക്കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ചിദാനന്ദപുരി സ്വാമികളും അതുപോലെ തന്നെ അമ്മ അതുല്യാമൃത പ്രാണാജി തുടങ്ങിയവരൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഉപദേശങ്ങൾ തേടിയിട്ടാണ്, അവരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഓരോ വർഷവും ത്രിമൂർത്തി സ്നാനഘട്ടിൽ മാഘമക മഹോത്സവം നടത്തുന്നത്. ഇപ്രാവശ്യം സുധീർ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് തിരുനാവായ സംഘാടക സമിതി ഉള്ളത്. വരുന്ന സമയത്തും വരുന്ന കാലങ്ങളിലും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിശ്വാസം. ഏതായാലും 2016 ചെറിയ രീതിയിൽ തുടങ്ങുകയും 2017 ഇത് തുടർന്ന് കൊണ്ടുപോകാനാവാതെ മാനസികമായി വളരെ വേദന അനുഭവിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് 2018 മുതൽ ഓരോ വർഷവും ഗംഭീരമായി 4-5 ദിവസങ്ങളിലായിട്ട് മാഘമക മഹോത്സവം നടത്തുന്നു. അത് 8ാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ അത് വലിയ ആത്മസംതൃപ്തിയുണ്ട്, ആത്മഹർഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ പലരും എന്നെ കളിയാക്കുകയും തുറന്നു പറഞ്ഞാൽ ചിലർ ഭ്രാന്താണ് എന്ന് പോലും പറഞ്ഞവരുണ്ട്. ഇതിന് എതിരായി നിന്നവരുണ്ട്. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് യോഗം ചേർന്ന് പങ്കെടുക്കാതെ മാറി നിന്നവരുണ്ട്. പക്ഷെ ഏതായാലും ഓരോ വർഷം ചെല്ലുമ്പോഴും ആ വിചാരങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. യഥാർത്ഥത്തിൽ ഈ ചിന്തകൾ സത്യമായിരുന്നു, ഇത് ആവശ്യമായിരുന്നു എന്നൊരു ബോധ്യവും വന്നു. എല്ലാവരും കൂടെയുണ്ട്. അത് തന്നെയാണ് എൻ്റെ ആത്മഹർഷത്തിനുള്ള കാരണമായി തീർന്നിട്ടുള്ളത്. ഇനിയും വലിയ രീതിയിൽ മാഘമക മഹോത്സവം ഓരോ വർഷവും നടത്തുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം എന്ന ഒരു അപേക്ഷ കൂടി എനിക്ക് പറയാനുണ്ട്.